ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രെഡ് പോളയാണ്. ചിക്കനും ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ബ്രെഡും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂണ് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്തിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകൊക്കെ നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്കൊരു 1/4 കപ്പ് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ആദ്യം തന്നെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നു. 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള മിക്സിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതിലോട്ട് മിക്സ് ചെയ്യണം. ഇത് നല്ല പോലെ പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കാം. നമുക്ക് ഉപ്പ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നല്ലതുപോലെ പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഒരു 3 മുട്ട എടുക്കാം. ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലോട്ട് വേണ്ടത് ഒരു 1/4 കപ്പ് പാലാണ്. 1/4 കപ്പ് പാലും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് മാറ്റി വെക്കാം നമുക്ക്. ഇനി ഈ മുട്ടയുടെ മിക്സ് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സൈഡ്സൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ള ബ്രെഡ് സ്ലൈസസ് നമ്മുടെ എഗ് മിക്സിൽ മുക്കിയതിന് ശേഷം നേരത്തെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ പാനിൻ്റെ ബേസ് ഫുള്ള് ഫില്ല് ചെയ്തിട്ട് വേണം നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. ഈ ബ്രെഡ് സ്ലൈസസ് ഒക്കെ നമുക്ക് കുറച്ച് സൈഡിലോട്ട് കയറ്റി വെച്ച് വേണം ചെയ്യാൻ. ഇതുപോലെ തന്നെ സൈഡിലോട്ട് കയറ്റി വെച്ച് ചെയ്യുക. ഇതിപ്പോൾ ബ്രെഡ് സ്ലൈസസ് എല്ലാം ഞാനിവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങിൻ്റെ സവാളയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈ ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലത്തെ ലെയറായിട്ടാണ് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ചിക്കൻ ഞാൻ കുരുമുളകും അതുപോലെ ഉപ്പും ഉപയോഗിച്ചിട്ട് വേവിച്ചിട്ട് വെച്ചിട്ടുള്ള ചിക്കനാണ്. അതിന് ഇതിൻ്റെ മുകളിലെ ലെയറായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ചിക്കനാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസസും കൂടെ നമുക്ക് ഈ ചിക്കൻ്റെ മിക്സിന് മുകളിൽ നമുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനത് ഓരോന്നായിട്ട് വെക്കുന്നുണ്ട്. മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് തന്നെ ആവണം ഈ ബ്രെഡ് സ്ലൈസസ് നമ്മൾ വെക്കേണ്ടത്. ഇനി ഇതിൻ്റെ ജോയിൻസിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ പീസസ് വെച്ചിട്ട് നമുക്ക് അവിടെയൊക്കെ അടച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിന് മുകളിൽ കുറച്ച് മല്ലിയില കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഇത് ആദ്യം ഒരു സൈഡ് ബേക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റേ സൈഡ് കൂടെ മറിച്ചിട്ടിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ പാന് നമുക്കിനി ക്ലോസ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മറ്റേ സൈഡിലോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് സൈഡ് കൂടെ നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. പാന് ക്ലോസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഇതുപോലെ ഉണ്ടാവും.
നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇൻഷാല്ലാ അടുത്ത നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.